ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഷിപ്പില് ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്ത് അത് റിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് ഇലക്ട്രിക്കൽ ഓഫീസർ അഥവാ ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ എന്ന് പറയുന്നത്. ഇനി ഷിപ്പിലെ ഈ ഒരു ഇലക്ട്രിക്കൽ ഓഫീസർ ആകാൻ വേണ്ടിയിട്ട് എന്ത് കോഴ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത്, എന്താണ് ആ കോഴ്സ് പഠിക്കാനുള്ള എലിജിബിലിറ്റി, എന്തായിരിക്കും ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിപ്പിൽ ജോലി ലഭിക്കുന്നത് എന്നൊക്കെയുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഷിപ്പിലെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതും ആ ഒരു എക്യുപ്മെന്റ്സിന് എന്തേലും കേടുപാടുകൾ സംഭവിച്ചാൽ അതിനെ റിപ്പയർ ചെയ്യുന്നതൊക്കെ ഷിപ്പിലെ ETO ആണ്, അതായത് ഇലക്ട്രിക്കൽ ഓഫീസർ ആണ്. ഇനി ആ ഒരു ഇലക്ട്രിക്കൽ ഓഫീസർ ഷിപ്പിലെ ഒരു ETO ആവണമെന്ന് കുറച്ച് ആൾക്കാർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിന് എന്ത് കോഴ്സാണ് പഠിക്കേണ്ടത് എന്നൊക്കെ നല്ല കൺഫ്യൂഷനും ഉണ്ടാകും. അങ്ങനെയുള്ളവർ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിക്കോളൂ. ഷിപ്പിലെ ഇലക്ട്രിക്കൽ ഓഫീസറായിട്ട് ജോലി ലഭിക്കാൻ നിങ്ങൾ പഠിക്കേണ്ട കോഴ്സ് ETO കോഴ്സാണ്. ഇതൊരു 4 മാസത്തെ ഡ്യൂറേഷൻ വരുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പാസ്സായിരിക്കണം. അതുപോലെ ഇംഗ്ലീഷിൽ more than 50% മാർക്കും ഉണ്ടായിരിക്കണം. പക്ഷേ ഒരു സ്പോൺസർഷിപ്പോട് കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് 4 വർഷത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രം, അതായത് സ്പോൺസർഷിപ്പോട് കൂടി പഠിച്ചാലാണ് ജോലി ലഭിക്കാൻ കുറച്ചുകൂടി സാധ്യത കൂടുതൽ. അപ്പോൾ ഏതൊക്കെയാണ് ആ എഞ്ചിനീയറിംഗ് കോഴ്സസ് എന്ന് നോക്കാം. ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഓർ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഇത്രയും കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, 4 വർഷത്തെ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു 60% മാർക്ക് കൂടി ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഡിപ്ലോമ കൂടി ചെയ്തവർക്കാണെങ്കിലും ഈ ഒരു ETO കോഴ്സ് പഠിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു, ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഇത് ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ 50% ഒക്കെയാണ് പറയുന്നത്. പക്ഷെ ആംഗ്ലോ ഇൻസ്റ്റൺ പോലെയുള്ള കോളേജസിലൊക്കെ അവർ 60% ആണ് മാർക്ക് പറയുന്നത്. അപ്പോൾ ഒരു കോളേജ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആ കോളേജുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം അവിടെ എത്ര പെർസെൻറ്റേജ് മാർക്കാണ് വേണ്ടതെന്ന് കൺഫേം ചെയ്യാം. ഇതിൽ ഏജ് ക്രൈറ്റീരിയ വരുന്നുണ്ട്. നോർമലി 35 വയസ്സാണ് ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഏജ് ലിമിറ്റ് പറയുന്നത്. പക്ഷേ ചില കോളേജസ്, എക്സാമ്പിൾ ആംഗ്ലോ ഈസ്റ്റേൺ പോലുള്ള കോളേജിലൊക്കെ ആണെങ്കിൽ 28 വയസ്സാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊരു കോളേജ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു ഏജ് ലിമിറ്റിനെ കുറിച്ചിട്ടും അതുപോലെ മാർക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണ്ടെന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം, കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ കോഴ്സൊക്കെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കാം. ഈ കോഴ്സ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ തന്നെ കുറേ ഉണ്ട്. ചില ഷിപ്പിംഗ് കമ്പനീസ് ഡയറക്റ്റ് തന്നെ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആംഗ്ലോ ഈസ്റ്റേൺ, ഗ്രേറ്റ് ഈസ്റ്റേൺ, അതുപോലെ എക്സിക്യൂട്ടീവ് ഷിപ്പ് മാനേജ്മെന്റ് നടത്തുന്ന സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ഷിപ്പിംഗ് കമ്പനീസ് ഡയറക്റ്റ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നിങ്ങൾ ഈ ഒരു ETO കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ 100% പ്ലേസ്മെന്റ് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. മറ്റ് കോളേജസും ഈ ഒരു കോഴ്സസ് മുംബൈയിലായിക്കോട്ടെ, ചെന്നൈയിലായിക്കോട്ടെ നടത്തുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ എത്രത്തോളം പ്ലേസ്മെന്റ് ഷുവർ പറയാൻ പറ്റില്ല. അതായത് 100% പ്ലേസ്മെന്റ് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കേരളത്തിലാണെങ്കിൽ കൊച്ചിയിൽ യൂറോടെക് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ആയിക്കഴിഞ്ഞാലും പ്ലേസ്മെന്റിന്റെ കാര്യം നമുക്ക് ഡൗട്ടാണ്. പ്ലേസ്മെന്റ് ഒരു പഠിച്ചതിൽ കുറച്ച് കുട്ടികൾക്ക് പ്ലേസ്മെന്റ് ലഭിക്കുമായിരിക്കും. പക്ഷേ ഷിപ്പിംഗ് കമ്പനീസ് നടത്തുന്ന ആംഗ്ലോ ഈസ്റ്റേൺ, ഗ്രേറ്റ് ഈസ്റ്റേൺ ഒക്കെ പറഞ്ഞതുപോലെ 100% പ്ലേസ്മെന്റ് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ സാധിക്കില്ല. ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിന് മുന്നേ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്ലേസ്മെന്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ പ്ലേസ്മെന്റ് റെക്കോർഡ്സ് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിരിക്കണം. ഞാനിങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം, ഈ ഒരു കോഴ്സിന്റെ ഫീസ് അത്ര ചെറുതല്ല. 2.5 ലക്ഷം തൊട്ടിട്ട് 4 ലക്ഷം വരെയാണ് ഈ കോഴ്സ് പഠിക്കുന്നതിന് നിങ്ങൾക്ക് വരുന്ന ഫീസ്. ഈ ഒരു എമൗണ്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസരിച്ചിട്ട് വേരി ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ പഠിക്കാൻ ചൂസ് ചെയ്യുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്ലേസ്മെന്റ് റെക്കോർഡ്സ് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം അവിടെ ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾ ഈ ഒരു ETO കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് STCW കോഴ്സസ് കൂടി ചെയ്യാനുണ്ട്. എങ്ങനെയാണ് STCW കോഴ്സ് ചെയ്യേണ്ടത്, എന്താണ് STCW കോഴ്സ് ഉള്ളതൊക്കെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് CDCക്ക് അപ്ലൈ ചെയ്യാം. CDC ഒക്കെ കയ്യിൽ ലഭിച്ചതിന് ശേഷം ട്രെയിനി ഇലക്ട്രിക്കൽ ഓഫീസർ ആയിട്ട് ഷിപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി എക്സാംസ് ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ETOയുടെ ലൈസൻസ് ലഭിക്കും.
ETO ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡയറക്റ്റ് ETO ആയിട്ട് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനിയൊക്കെയാണ് നിങ്ങളുടേതെങ്കിൽ നെക്സ്റ്റ് വരുന്ന 2-3 സെയിൽ കൂടിയിട്ട് നിങ്ങളെ ട്രെയിനി ഇലക്ട്രിക്കൽ ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കും. അതിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ പെർഫോമൻസും ഒക്കെ നോക്കിയിട്ടായിരിക്കും നിങ്ങളെ ETO എന്ന് പറഞ്ഞ ഒരു റാങ്കിലേക്ക് പ്രൊമോഷൻ തരുന്നത്. ETO കോഴ്സിനെ കുറിച്ചിട്ട് അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ മെർച്ചന്റ് നേവി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞോളൂ, ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക്